ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെൻറ് മേരീസ് പ്രെയർ മിസ്റ്റിൽ നിന്നാണ്. സാമ്പത്തിക പുരോഗതി കിട്ടാനും ബാധ്യതകൾ മാറാനും വഴികൾ തുറന്നു കിട്ടാൻ, ജോലി ലഭിക്കാൻ, അഭിവൃദ്ധിക്ക് വേണ്ടി, ദൈവഭക്തിയിൽ നിലനിൽക്കാൻ വേണ്ടിയൊക്കെയുള്ള 2 വചനങ്ങളാണ് തരുന്നത്. സുഭാഷിതം 8:21 പലർക്കും പറഞ്ഞു കൊടുത്ത് തുള്ളിച്ചാടി വന്നിട്ടുള്ള, പറഞ്ഞിട്ടുള്ള, കഴിഞ്ഞ 36 വർഷത്തെ ശുശ്രൂഷാ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ കൊണ്ടുവന്ന പ്രാർത്ഥിച്ചിട്ടുള്ള വചനങ്ങളാണ്. സുഭാഷിതം 8:21 ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറക്കുന്നു. എന്ത് നല്ല വചനോ. രണ്ടാമത് സുഭാഷിതം 10:22 കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു. നോക്കണേ, കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. വെറുതെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇനി ദൈവത്തെ കുറ്റപ്പെടുത്തല്ലേ, ദൈവത്തെ പഴിയാറില്ലേ. നമ്മൾ ഒരുക്കിയതും ചെയ്തതും പറഞ്ഞതായ അല്ലെങ്കിൽ തകർന്ന പല പരിപാടികളിലും ദൈവത്തെ പിടിച്ചു നിർത്തിയിട്ട് ദൈവത്തിന് കണ്ണില്ല, അല്ലെങ്കിൽ ദൈവം എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വന്ന, അല്ലെങ്കിൽ നേരാ ജോവേ ജീവിക്കുന്നവർക്കൊന്നും കിട്ടത്തില്ല, ഇങ്ങനത്തെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പറയാറുണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കുക. സത്യസന്ധമായിട്ടും നീതിനിഷ്ഠമായിട്ടും പരിശ്രമവും പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സുഭാഷിതം 8:21 സുഭാഷിതം 10:22 കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറക്കും. അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളും മാത്രമല്ല, നിറച്ച് കൊണ്ടിരിക്കും. അമർത്തിക്കുലുക്കി കർത്താവ് തന്നുകൊണ്ടിരിക്കും. അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. അടിപൊളി ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. ജീവിതം കീഴ്മേൽ മറിയും. അതുകൊണ്ട് നമ്മുടെ ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെടും. പലരെ സഹായിക്കാനും അവർക്ക് നന്മ ചെയ്യാനൊക്കെ സാധിക്കും. ഇതൊക്കെ മനസ്സിൽ ആഗ്രഹമില്ലേ, നന്മ ചെയ്യണം. ഇനി എന്നാണ് അവനവൻ്റെ കാര്യം തന്നെ ശരിയാവുന്നില്ല. തീർച്ചയായിട്ടും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. വിചാരിക്കാത്ത വഴികൾ, വിചാരിക്കാത്ത വ്യക്തികളിൽ കൂടെ, നമ്മൾ കണ്ടിട്ടില്ലാത്ത മേഖല കൂടെ എല്ലാം ദൈവം തുറന്നു തരും. കാരണം ദൈവത്തിൻ്റെ കാൽപാദത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഇരിക്കുന്നത്. ഒരു വഴി തുറന്നു തരാനും ഉള്ള വഴികൾ പ്രവർത്തനക്ഷമമാക്കാനും ദൈവത്തിന് ഒരു നിമിഷം മതി. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, അത്ഭുതം നടക്കും. സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. ഹല്ലേലൂയ.